സൂക്തങ്ങളിലൂടെ അല്ലാഹു ഇക്കാര്യം പറയുകയാണ്. സൂര്യൻ ചുറ്റിപ്പതിയപ്പെടുമ്പോൾ, നക്ഷത്രങ്ങൾ ഉയർന്നു വീഴുമ്പോൾ, പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടുമ്പോൾ, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ, അതായത് അറബ് ജനതയ്ക്ക് പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ വലിയ കാറൊക്കെ പോലെ, BMW ഒക്കെ പോലെ അങ്ങനെയായിരുന്നു അവരതിനെ കണ്ടിരുന്നത്. അതിനെയൊക്കെ മനുഷ്യർ അവഗണിച്ചു പോകുന്ന ഒരു ദിവസം വരാനിരിക്കുന്ന മനുഷ്യരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യം ഉണ്ട് അവിടെ, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഔദാര്യവാനായ നിന്റെ നാഥന്റെ കാര്യത്തിൽ നിന്നെ മറപ്പിച്ചു കളഞ്ഞ ഘടകം എന്താണ്? ഔദാര്യവാനായ നിന്റെ നാഥൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ കരുണയുടെ നേലിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഒരു അറ്റാക്ക് വന്നാൽ അവസാനിക്കാൻ എത്ര മരണങ്ങളാണ് ദിനേന എന്നോണം പത്രങ്ങൾ നമ്മൾ വായിക്കുന്നത്. അനന്തമായ ഒരു യാത്ര പോകാനില്ലേ? പള്ളിക്കാട്ടിലേക്കുള്ളൊരു യാത്ര, ഭാര്യയെ പിരിഞ്ഞ്, മക്കളെ പിരിഞ്ഞ്, കുടുംബങ്ങളെ പിരിഞ്ഞ് അനന്തമായ ഒരു യാത്ര, പള്ളിക്കാട്ടിലേക്കുള്ള യാത്ര പോകാൻ, അതൊക്കെ ഓർമ്മപ്പെടുത്താൻ അള്ളാഹു ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ വരാനുണ്ട്. അതിനിടയിലായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ശരിക്ക് ചിട്ടപ്പെടുത്തണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഈ ഭൂമിയല്ലാത്ത മറ്റൊന്നായി അല്ലാഹു, അതുപോലെ ആകാശങ്ങളും മാറ്റപ്പെടുകയും ഏകനും സർവാധികാരിയുമായ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ്? നിങ്ങൾ രാജാതിരാജനായ പടച്ചതമ്പുരാന്റെ സ്വച്ഛാധിപതിയായ വാഹിദുൽ ഖഹാറായ ഏകനായ പടച്ചതമ്പുരാന്റെ മുമ്പിൽ നിങ്ങളൊക്കെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്ത് റഹ്മാൻ 55 അധ്യായം 26-27 വചനങ്ങളാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും, എല്ലാം തകരും, എല്ലാ ബിൽഡിങ്ങുകളും തകരും. എത്ര നമ്മുടെ കൊച്ചി നഗരത്തിലൊക്കെ തല ഉയർത്തി നിൽക്കുന്ന എത്ര ബിൽഡിങ്ങുകൾ, ന്യൂയോർക്ക് പട്ടണങ്ങളിൽ, അബുദാബിയിൽ, അതുപോലെ തന്നെ UAE ഒക്കെ എത്രയെത്ര ബിൽഡിങ്ങുകൾ, വലിയ വലിയ 140, 130, 150 നിലയുള്ള കെട്ടിടങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങൾ, അതെല്ലാം തകർന്നു പോകും. എന്നിട്ട് ഔദാര്യവാനായ പടച്ചതമ്പുരാന്റെ അസ്തിത്വം മാത്രം അവശേഷിക്കുന്ന ഒരു ദിവസം, ആ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. അതാണ് ആ പട്ടണക്കാരായ ആളുകൾ ഭയപ്പെടുന്നില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷകൾ വരും, ഒരു സുനാമി, ഒരു ഭൂകമ്പം, അതൊക്കെ നമുക്കും വന്നുപെടാം എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അതിനിടയിലായി നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അല്ലാഹുവിലേക്ക് പുറപ്പെട്ടു വരുന്ന ഒരു ദിവസം, അല്ലാഹുവിങ്കലേക്ക് അവരെല്ലാം പുറപ്പെട്ടു വരികയും ചെയ്യുന്ന ഒരു ദിവസം, അതാണ്. ആ ദിവസത്തെ അവർ ഭയപ്പെടണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മളോട്. അപ്പൊ ആ ഒരു ദിവസം നിങ്ങളിലേക്ക് വരാനുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ, ആ ഒരു ദിവസത്തെ നിങ്ങൾ ഗൗരവമായി കാണണേ എന്ന് പടച്ചതമ്പുരാൻ നമ്മളെ പഠിപ്പിക്കും. അപ്പൊ ലോകം തകരുമെന്നും, ആകാശം തകരുമെന്നും, ഭൂമി തകരുമെന്നും, ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റുമെന്നും, പിന്നീടൊരു വിശാലമായ മൈതാനത്ത് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും പറയുന്നിടത്ത് പലപ്പോഴും നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് ആദ്യം നോക്കുമ്പോൾ കാണാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണെന്നാണ് ഹദീസ് പറയുന്നത്. ലോകം ഇങ്ങനെ തകർന്ന് തരിപ്പണമായി രണ്ടാമത്തെ കാഹളത്തിൽ ഊതു വരുമ്പോ ആദ്യമായി എഴുന്നേൽക്കുന്ന വ്യക്തി പ്രവാചകനാണെന്നും, ആ പ്രവാചകൻ എഴുന്നേൽക്കുമെന്ന് തന്നെ കാണുന്നത് മൂസാ നബിയാണെന്നും, അപ്പോൾ ഇവർ രണ്ടിൽ ആരാണ് ആദ്യം ഉയർത്തെഴുന്നേറ്റത് എന്നും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. പക്ഷേ ഏറ്റവും കൃത്യമായ തെളിവുകൾ ഒന്നാമതായി അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വ്യക്തി റസൂലാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും റസൂൽ ഉയർത്തെഴുന്നേൽക്കുമ്പോ മൂസാ നബി അദ്ദേഹം കാണുന്നതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ആ രംഗം വിശദീകരിക്കപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, അപ്പൊ അങ്ങനെ ലോകം അവസാനിക്കുകയും ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആയി, എന്നിട്ടൊരു മൂളക്കം മാത്രം കേൾക്കുകയും മനുഷ്യർ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയും മനുഷ്യരെല്ലാം അവന്റെ രക്ഷിത ഒരു നാട്ടക്കുറിയിലേക്ക് ഓടുന്നത് പോലെ മനുഷ്യർ ഓടിപ്പോകുകയും ചെയ്യുന്ന ഒരു ദിവസം, അതാണ് യൗമുൽ ബഅസ്, ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന ദിവസം. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മനുഷ്യർ ചോദിക്കുന്ന കാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ. ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള
എല്ലാ മനുഷ്യർക്കും ഒരേ അനുഭവം, എല്ലാവർക്കും ഒരേ അനുഭവം. 50,000 കൊല്ലം കബറിൽ കിടന്ന ഒരാളും അറിയുന്നില്ല 50,000 കൊല്ലം ഞാൻ കബറിൽ കിടന്നു എന്ന്. എല്ലാവർക്കും ഒരേ അനുഭവം. ഒരു പ്രഭാതം പോലെ, ഒരു പ്രദോഷം പോലെ എല്ലാവർക്കും ഒരേ അനുഭവമാണ് അവിടെ അനുഭവപ്പെടുക. കാലൂ യാ വൈലനാ മംബാസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മനുഷ്യരിങ്ങനെ എഴുന്നേറ്റ് ചോദിക്കും, ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ. മരിക്കുന്ന ഏതൊരു വ്യക്തിയുടെ അനുഭവം അങ്ങനെയാണ്. മരിച്ചു എന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല. ഒരു ഉറക്കം പോലെ, നിങ്ങളിന്ന് ഉറങ്ങാൻ പോകുന്ന പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. സൂറത്ത് സുമറിൽ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോ നിങ്ങളുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നതാണ്. ചില ആളുകൾ ഉറക്കത്തിൽ മരിച്ചു പോകും. ആ ആത്മാവിന് അല്ലാഹു വിട്ടുകൊടുക്കില്ല. അങ്ങനെ അവരെ പിടിക്കപ്പെടുന്നതാണ്. ചില ആളുകളുടെ ആത്മാവ് ഒരു കൂജയിൽ നിന്ന് വെള്ളമൊലിക്കുന്ന പോലെ, ഒരു വെള്ളപാത്രത്തിൽ നിന്ന് വെള്ളമൊഴുകുന്ന പോലെ ആത്മാവിനെ വിട്ടുകൊടുക്കുന്ന ആളുകൾ, സ്വാത്വികരായ ആളുകൾ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മരണം വരാനുണ്ട്, ഒരു ഖിയാമത്ത് നാളുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, വിചാരണയുണ്ട്. ഒരു നാട്ടുകുറിയിലേക്ക് ഓടിപ്പോകുന്ന പോലെ മനുഷ്യരൊക്കെ ഓടിപ്പോകുന്ന ദിവസമാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാരഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ യൗമഇദിൻ യസ്ദുറുൻ നാസു അസ്താതൻ ലിയുറൗ അമാലഹും فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. അന്ന് മനുഷ്യന്റെ അമലുകൾ കാണിക്കപ്പെടുന്നതിന് വേണ്ടി രക്ഷിതാവിലേക്ക് കൂട്ടം കൂട്ടമായവർ ഓടിപ്പോകുന്ന ദിവസം. ആയിഷ ബീവി ചോദിച്ചു, നബിയേ, അവർ പരസ്പരം കാണുകയില്ലേ? നഗ്നപാതരായിട്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്, ചേലാകർമ്മം ചെയ്യാത്തവരായിട്ട് ലോകത്തുള്ള ജൂതന്മാരും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളിൽ നല്ലൊരു ശതമാനം ആളുകളും ചേലാകർമ്മം ചെയ്തവരായിട്ടാണ് ഈ ഭൂമിയിൽ അവർ ജീവിക്കുന്നത്. ഈ മണ്ണിന്റെ ഭാഗമായി തീർന്നാൽ പിന്നെ അജബുദ്ദനബ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മനുഷ്യന്റെ വാരിയല്ലുകളിൽ ഒരിക്കലും നശിക്കാതെ കിടക്കുന്ന ഒരു ഏകകോശം അത് അജബുദ്ദനബാണ്. അത് മണ്ണിന്റെ ഭാഗമാണ്. വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഒരു മുളപ്പിച്ചില്ലയോ? വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഒരു മുളപ്പിച്ചില്ലയോ? വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിലാണ്, 71-ാം അധ്യായമാണ്. 13, 14, 15 വചനങ്ങളാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഈ മണ്ണിന്റെ ഭാഗമായിരുന്നു. മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങൾ. ആ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അജബുദ്ദനബ് ഒരിക്കലും നശിക്കില്ല. എത്ര നൂറ്റാണ്ട് മണ്ണിൽ കിടന്നാലും ഒരു മഴ പെയ്യുമെന്ന് റസൂല് പറയുന്നു. കാഹളത്തിൽ ഊതപ്പെട്ട് ലോകം മുഴുവനും നശിച്ചതിന് ശേഷം രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഒരു ചാറൽ മഴ പെയ്യുന്നതാണ്. ഇമാം ബുഖാരി പറയുകയാണ്, ആ മഴ പെയ്യുമ്പോ കദാലികൽ ഖുറൂജ്, അങ്ങനെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും. ആ ദിവസം ഒരു ചാറൽ മഴ പെയ്തിട്ട് അത് കദാലികൽ ഖുറൂജ് ബൽദതൻ മൈതൻ കദാലികൽ ഖുറൂജ്. ഒരു മഴ പെയ്തിട്ട് ഉണങ്ങിക്കിടക്കുന്ന ഭൂമി എഴുന്നേറ്റ് വരുന്ന പോലെ, അവിടെ സസ്യങ്ങൾ മുളയ്ക്കുന്ന പോലെ, ആ സസ്യം മുളയ്ക്കുന്ന പോലെ കദാലികൽ ഖുറൂജ്, നിങ്ങളും ഉയർത്തെഴുന്നേറ്റ് വരും മനുഷ്യരെ. അപ്പൊ ഒരു വിളിയാളമുണ്ടാകും. മനുഷ്യരൊക്കെ ആദം നബി മുതൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് വരും. ഹിറ്റ്ലറുണ്ട്, മുസോളിനിയുണ്ട്, ഡെമോസ്തനീസ് ഉണ്ട്, അലക്സാണ്ടർ ഉണ്ട്, നെപ്പോളിയൻ ബോണോപാർട്ടുണ്ട്, യൂറോപ്പിന്റെ പടിവാതിക്കൽ വെട്ടിപ്പിടിച്ച സ്വച്ഛാധിപതികൾ, നെതന്യാഹു, ഏറിയൽ ഷാരോൺ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലോകത്ത് വന്നുപോയ എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കും. ആ അജബുദ്ദനബിൽ നിന്ന്
കദാലിക്കൽ ഖുറൂജ്. അങ്ങനെ അവർ എഴുന്നേറ്റ് വരും. എന്നിട്ട് അവർ ഒരു നാട്ടുകുറിയിലേക്ക് ഓടുന്ന പോലെ ഓടുമെന്ന് പറയുന്നു അല്ലാഹു സൂറത്ത് യാസീനിലെ 52-ാമത്തെ വചനത്തിൽ. എന്നിട്ടോ ലാ യതകല്ലമൂൻ എന്ന് മിണ്ടുകയില്ല, ഒരാൾക്കും സ്വച്ഛാധിപത്യമില്ല, ഒരാളും സംസാരിക്കുകയില്ല. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദ്ന ലഹുർ റഹ്മാൻ വഖാല സവാബാ. അന്ന് അല്ലാഹ് അനുമതി നൽകിയവരും സത്യം പറഞ്ഞവരുമല്ലാതെ അന്നൊരാൾ മിണ്ടുകയില്ല. ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മാബാ ലാബിസീന ഫീഹാ അഹ്കാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വസാകാ ജസാഅൻ വിഫാകാ. അന്നൊരു വിഭാഗം നരകത്തിലാണ്, ഒരു വിഭാഗം സ്വർഗത്തിലുമാണ്. വസീകല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. നടക്ക് മനുഷ്യരെ, സംഘങ്ങളായി നടക്കൂ, നരകത്തിലേക്ക് നടക്കൂ, കൂട്ടമായി നരകത്തിലേക്ക് നടക്കൂ. ശിർക്ക് ചെയ്തു പോയവർ, ബിദ്അത്ത് ചെയ്തവർ, അനാശാസ പ്രവണതകളിൽ ഏർപ്പെട്ടവർ, അവരൊക്കെ നടക്കൂ നടക്കൂ എന്ന് പറഞ്ഞ് വസീകല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. 39-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ലിയാ. എല്ലാവരും ആ നരകത്തിന്റെ വക്കിൽ വരും. നിങ്ങളിൽ ഒരാളും തന്നെ ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല. ഖുർആനിലെ 19-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. അങ്ങനെ കുറ്റവാളികളെയും താന്തോന്നികളെയും സദ്വൃത്തരായ ആളുകളെയും മാറ്റി നിർത്തുന്ന ഒരു ലോകം വരാനുണ്ട്. ആ ലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. വേദനാജനകമായ ഒരു ദിവസം വരാനുണ്ട്, ഒരു ദിവസം വരാനുണ്ട്, ഭയാനകരമായ ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് മദ്യപിക്കല്ലേ, വ്യഭിചരിക്കല്ലേ, കള്ളുകുടിക്കല്ലേ, പലിശ വാങ്ങല്ലേ, താന്തോന്നിയായി ജീവിക്കല്ലേ. നിന്റെ നാവ് നല്ലതിനു വേണ്ടി ചലിപ്പിച്ചോ, നിന്റെ മനസ്സും നല്ലതിനു വേണ്ടി ചലിപ്പിച്ചോ, നിന്റെ യൗവനവും നല്ലതിനു വേണ്ടി ചലിപ്പിച്ചോ. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ എന്നും ഇവിടെ ശാശ്വതമായി ജീവിക്കും എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇന്നലെ ബാപ്പാനോട് സമ്മതം ചോദിച്ച് യാത്ര തിരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. നാളെ കണ്ടുമുട്ടുമെന്ന് പറയാൻ കഴിയില്ല. ബാപ്പ സ്വീകരിക്കുന്നത് മയ്യത്താവാം, അല്ലെങ്കിൽ ചീഞ്ഞനാറിയ സൗമഞ്ചമാകാം, അല്ലെങ്കിൽ ഡെഡ് ബോഡിയാവാം, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത കേവലം നഷ്ടപ്പെട്ടു പോയ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലെ അവയവങ്ങളാവാം. ഒരാൾക്കും ഇത് പറയാനാവില്ല. നമ്മൾ അശക്തരാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫാ. മനുഷ്യരെത്ര ദുർബലരാണ്. അതുകൊണ്ട് മനുഷ്യരെ, ഈ ശരീരമുണ്ടല്ലോ, ഈ കാണുന്ന ശരീരം, ഇതല്ല കേട്ടോ ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിനെ ശുദ്ധീകരിച്ചവർ അവർ വിജയിച്ചിരിക്കുന്നു. ആ ആത്മാവിനെ മലീമസപ്പെടുത്തിയവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ലോകം അവസാനിച്ചാലും ഇന്ന് ഖിയാമത്തുണ്ടായാലും നമുക്ക് പറയാൻ കഴിയണം. മലക്കുകൾ നമ്മളോട് പറയണം, യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, നിങ്ങൾ മടങ്ങിക്കോളൂ, അല്ലാഹുവിലേക്ക് മടങ്ങിക്കോളൂ. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബുദ്ദാർ. വിശുദ്ധ ഖുർആൻ സൂറത്ത് റഅദിൽ 13-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, വന്നോളൂ വന്നോളൂ, അല്ലാഹുവിന്റെ രക്ഷ, അലൈക്കും ബിമാ സബർതും, ഭൂമിയിൽ നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട്, ഫനിഅമ ഉഖ്ബുദ്ദാർ, നിയമത്തിന്റെ ഭവനമായ സ്വർഗം നിങ്ങൾക്കുള്ളതാണ്. ഈ മട്ടാഞ്ചേരിയിലെ മാളിയക്കൽ ഓഡിറ്റോറിയത്തിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ജീവിതം ഇനിയും ശുദ്ധീകരിക്കാൻ ആരെ കാത്തു നിൽക്കുന്നു? ഫഅമിനു മക്റല്ലാഹ് ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ തന്ത്രമുണ്ടല്ലോ, അത് വരാനിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ. വിശുദ്ധ
പരിശുദ്ധ ഖുർആൻ 91 അധ്യായം സൂറത്ത് ശംസിലൂടെ 7 മുതൽ 10 വരെയുള്ള വചനങ്ങളിലൂടെ വിശദീകരിക്കുകയാണ്. ആരാത്മാവിനെ ശുദ്ധീകരിച്ചുവോ അവർ വിജയിച്ചിരിക്കുന്നു, ആരാത്മാവിനെ മലീമസപ്പെടുത്തിയോ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ പ്രത്യേകതയല്ല, ഇട്ടിരിക്കുന്ന കോട്ടിന്റെ പ്രത്യേകതയല്ല, ശരീരത്തിന്റെ ആകാര ഭംഗിയല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ, ആ ഹൃദയമുണ്ടല്ലോ, അതിന്റെ ശുദ്ധീകരണമാണ്. അസൂയ ഉണ്ടോ, പകയുണ്ടോ, വിദ്വേഷമുണ്ടോ, ആളുകളോട് അടങ്ങാത്ത പകയുണ്ടോ, എങ്കിൽ നിനക്ക് സ്വർഗമില്ല, നിനക്ക് നരകമാണ്. നിന്റെ മനസ്സ് കേടുവന്നോ, അതിനെ നന്നാക്കിക്കോ. കല്ല, അങ്ങനെ വേണ്ട മനുഷ്യരെ. ബൽറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. 83 അധ്യായമാണ് 14 വചനമാണ്. കല്ല, അങ്ങനെ വേണ്ട മനുഷ്യരെ. ബൽറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അങ്ങനെ വേണ്ട മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയം പാവക്കറകൾ ചെയ്തിട്ട് ഹൃദയം മലീമസമായി. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമൈദിൻ ലമഹ്ജൂബൂൻ. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹനെ കണ്ടുമുട്ടാൻ കഴിയില്ല. അവർക്കിടയിൽ ഷട്ടറിടപ്പെടും, അല്ലാഹനെ അവർ കാണില്ല. ബിദ്അത്ത് ചെയ്ത ആളുകളോ, അവര് ഹൗലുൽ കൗസറിന്റെ നേരെ വരും, റസൂൽ അവരെ മാടി വിളിക്കും, അവർക്കിടയിലും ഷട്ടറിടപ്പെടും, വിളിച്ചു പറയപ്പെടും, നബിയെ അങ്ങയുടെ മരണശേഷം എന്തൊക്കെ അവർ ദീനിൽ കടത്തിക്കൂട്ടി, എന്തൊക്കെ ബിദ്അത്തുകൾ അവർ ചെയ്തു, എന്തൊക്കെ താനോദിത്വം ചെയ്തു. അതുകൊണ്ട് നബിയെ, അവർ ബിദീകളാണ്, ബിദ്അത്ത് ചെയ്തവരാണ്. അവരോട് വിളിച്ചു പറയപ്പെടും, സുഹ്ഖൻ സുഹ്ഖാ, നിങ്ങൾ പോയിക്കോ, വിദൂരത്തേക്ക് വിദൂരത്തേക്ക് മാറി മാറി പോയിക്കോ. അവർക്ക് സ്വർഗമില്ല, അവർക്ക് നരകമാണ്, അവർ നരകത്തിൽ ആപതിക്കുന്നതാണ്. ഖുദൂഹു, അവരെ പിടിക്ക്, ഹുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ, പിടിക്കടോ, അവരെ പിടിച്ച് നരകത്തിലേക്കറി, അവരെ ചങ്ങലകളിൽ ബന്ധിപ്പിക്ക്. അൽഹാഖത്തും അൽഹാഖ 34 മുതലുള്ള വചനമാണ്. അങ്ങനെ പിടിച്ചിട്ട് നരകത്തിലേക്കെറിയുന്ന ദുഷ്ടാത്മാക്കളുടെ കൂട്ടത്തിലല്ല, മറിച്ച് നല്ല ആത്മാക്കളുടെ കൂട്ടത്തിൽപ്പെടാൻ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് ജീവിതത്തെ ശുദ്ധീകരിക്കാൻ ഞാൻ പറഞ്ഞു വന്നത്. ഹ്രസ്വമായ ഒരു കാലയളവ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ ആലോചിച്ചു നോക്ക്. നമ്മുടെ ജീവിതം, ഓരോരുത്തരുടെ ജീവിതം, ഓരോരുത്തരും എല്ലാവരും ഓരോ കസേരയിലിരിക്കും. ഓരോരുത്തരും ആലോചിക്കുക, എന്റെ ജീവിതം എന്തായിരിക്കും? ഇന്ന് ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ, നാളെ ഈ ലോകം തകർന്നാൽ എന്തായിരിക്കും നമ്മുടെ ജീവിതം? അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ എങ്ങനെ ചെല്ലും? പടച്ചവനെ നമ്മൾ എങ്ങനെ കണ്ടുമുട്ടും? വലത് കൈയിലാണോ ഗ്രന്ഥം നൽകപ്പെടുക? ഇടത് കൈയിലാണോ ഗ്രന്ഥം നൽകപ്പെടുക? നരകം ഒരു യാഥാർത്ഥ്യം എന്ന വിഷയം ഇതേ ഓഡിറ്റോറിയത്തിൽ മുമ്പ് അവതരിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നരകം ഒരു യാഥാർത്ഥ്യമല്ലേ? ഈ സദസ്സും ഈ പ്രസംഗവും ഇതെല്ലാം എത്ര യാഥാർത്ഥ്യമാണോ, അതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമല്ലേ നരകവും സ്വർഗവും? മനുഷ്യരെ, നിങ്ങൾ എന്ത് കരുതി? ഒന്നുമില്ലായ്മയിൽ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥൻ, ആ നാഥനാണ് പറയുന്നത്, നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതെ, നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഈ ലോകത്തിന് അന്തിമമായ ഒരു നാശമുണ്ട്. ഈ ലോകം ആ നാശത്തെ അതിജയിക്കില്ല എന്നല്ലേ ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നതല്ലേ? ലോകത്തിന്റെ തുടക്കവും ലോകത്തിന്റെ ഒടുക്കവും എന്നതിലൂടെ ഈ ലോകത്തിന്റെ നാശം ശാസ്ത്രകാരന്മാർ പോലും അംഗീകരിച്ച ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നമ്മുടെ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടും. കാലോ അന്നവർ പറയും, യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു കിതാബാണ് ഈ കിതാബ്! എല്ലാ ചെറിയ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. ലോകത്തിന്റെ എല്ലാ കോണുകളിലും ചെയ്തു പോയത് ഒരു ചെറിയ കാര്യം, ഒരു വലിയ കാര്യം ഒന്നും മാഞ്ഞു പോവില്ല, എല്ലാം റെക്കോർഡാണ്. ഖുർആനിന്റെ 18 അധ്യായം 49 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, എല്ലാം റെക്കോർഡാക്കി വെച്ചിരിക്കുകയാണ് പടച്ച തമ്പുരാൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കൈകളിൽ കിതാബ് കിട്ടുമ്പോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ എന്തായിരിക്കും പറയാ? യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ് പടച്ചോനെ എന്നായിരിക്കും നമ്മൾ പറയാ. എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ. നിന്റെ കിതാബ് നീ തന്നെ വായിച്ചോ എന്ന് പറഞ്ഞ് കയ്യിൽ തരും. ഓരോ വിശ്വാസികളും ആലോചിക്കും, നമ്മുടെ കയ്യിൽ തരുന്ന നമ്മുടെ 30 കൊല്ലം, നമ്മുടെ 40 കൊല്ലം, നമ്മുടെ 50 കൊല്ലം, നമ്മുടെ 100 കൊല്ലം, നമ്മുടെ ആരോഗ്യം,
നമ്മുടെ സമ്പത്ത് എല്ലാം എന്തിനു വേണ്ടിയാ ചെലവഴിച്ചത്? ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഹൃദയം എത്രത്തോളം ശുദ്ധിയായിരുന്നു? ആലോചിക്കാൻ, ചിന്തിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 26-ാം അധ്യായം സൂറത്ത് ശുഅറ 88-89 വചനങ്ങളിൽ പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഈ രണ്ട് ആയത്തുകളുടെ അർത്ഥം മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കൂ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, യൗമ ഒരു ദിവസം, ലാ യൻഫഉ പ്രയോജനം ചെയ്യില്ല, മാലും വലാ ബനൂൻ നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സമ്പത്ത് അതൊന്നും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യപ്പെടുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ സഹോദരങ്ങളെ? ഇസ്ലാമിക ദഅവത്ത് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വിശ്വാസികളെ എല്ലാവരോടും പറയാൻ ഞാൻ, കുറ്റമറ്റൊരു മനസ്സുണ്ടോ? ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ആരൊക്കെ പരാജയപ്പെടുത്തണം വിചാരിച്ചോ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് കുറ്റമറ്റ ഒരു മനസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ സാക്ഷ്യം നിർത്തിയിട്ട് പറഞ്ഞു, സഹാബികളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പറഞ്ഞു, എന്ത്? വെടുപ്പും വൃത്തിയുമുള്ള ഒരു ഹൃദയം ഉണ്ടാകണം നിങ്ങൾക്ക്. സഹാബാക്കരാം ചോദിച്ചു, വെടുപ്പും വൃത്തിയുമുള്ള ഭവനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി, വെടുപ്പും വൃത്തിയുമുള്ള വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, വസ്ത്രം എന്താണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, പക്ഷെ വെടുപ്പും വൃത്തിയുമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസൂയയും വിദ്വേഷവും ഇല്ലാത്ത മനസ്സ്. അതുണ്ടോ? അസൂയയല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ആകെ രോഗം? അസൂയയാണ്. എന്തിനും അസൂയ, ഏത് കാര്യത്തിനും നമുക്ക് അസൂയ. ഒരു നല്ല നെഞ്ചകമുണ്ടോ നമുക്ക്? ആലോചിച്ചു നോക്കൂ. അങ്ങനെ ഒരു നല്ല നെഞ്ചകമുണ്ടാക്കാനാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നത്. ആകാശവും ഭൂമിയും ഒക്കെ തകർന്ന് തരിപ്പണമായി ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റി അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന തിന്മയുടെ തോതനുസരിച്ച് 7 വിഭാഗങ്ങൾക്ക് അർശിന്റെ തരം ലഭിക്കുന്ന ഒരു ലോകമില്ലേ? യൗമല്ലാ ളില്ലു ഇല്ലാ ളില്ലഹു, അല്ലേ? പടച്ചതമ്പുരാന്റെ പ്രകാശമല്ലാത്ത മറ്റൊരു പ്രകാശവും ലഭിക്കാത്ത ഒരു ലോകം. ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി അള്ളാഹുവിന്റെ റസൂൽ ഒന്നാമതായി എണ്ണി, അല്ലേ? റജുലുൻ, അതുപോലെ ഒരു മനുഷ്യൻ, ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയുമായി കൽബിനെ ബന്ധിപ്പിച്ചിട്ട ആളുകൾ. അതുപോലെ തന്നെ റജുലുൻ ലിറജുലാനി തഹാബാ ഫില്ലാഹ് ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി, രണ്ടാളുകൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി പിണങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു ലോകം. ആ ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടുത്തെ കഷ്ടം, ഇവിടുത്തെ പ്രയാസം, ഇവിടുത്തെ ലാഭനഷ്ടങ്ങൾ ഇതൊന്നുമല്ല അടിസ്ഥാനപരമായി പരലോകത്തിന്റെ മാനദണ്ഡം. സഹോദരങ്ങളെ, ആ പരലോകത്ത് അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ തുറന്നു വെക്കപ്പെട്ട അവസ്ഥയില് ഒരു കിതാബ് കയ്യിലേക്ക് തന്നിട്ട് പറയും, ഇഖ്റ, നീ തന്നെ വായിച്ചു. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. പടച്ചതമ്പുരാൻ ഒരു കിതാബ് നൽകിയിട്ട് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമെല്ലാം നാം ചിന്തിച്ചതും ആയതും മനസ്സിൽ കരുതിയതുമെല്ലാം രേഖപ്പെടുത്തിയൊരു കിതാബ് തരും. ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ ഈ കിതാബ് മതി, ഈ കിതാബിന്റെ അടിസ്ഥാനത്തിൽ നീ തന്നെ നിന്നെ വിചാരണ ചെയ്തോളൂ എന്ന് പറഞ്ഞ് 17-ാം അധ്യായം 13-14 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, അന്തിമമായി ലോകം നശിക്കുകയും ലോകം തകരുകയും ഖിയാമത്ത് നാളിൽ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും, സ്വർഗം കൊണ്ടുവരപ്പെടുകയും നരകം കൊണ്ടുവരപ്പെടുകയും നരകത്തിന്റെ കാവൽക്കാർ അതിനെ വഹിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകമുണ്ട്. അന്ന് മനുഷ്യരോട് നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുന്ന രംഗം സൂറത്ത് മുൽക്കിലെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഗീർ. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വാചകമാണ്. അല്ല മനുഷ്യരെ, നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്ക്. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കും, അല്ല നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? ഇങ്ങനെ ഒരു നരകമുണ്ട്, ഇങ്ങനെ ഒരു ജീവിതമുണ്ട്, അള്ളാഹു വിചാരണ ചെയ്യും, മഹ്ശറയുണ്ട്, അവിടെ മറുപടി പറയേണ്ടി വരും, അവിടെ ജീവിതത്തിന്റെ കണക്ക് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന, ബലാ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അതെ, ഞങ്ങൾ
ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു. മട്ടാഞ്ചേരി, നമ്മുടെ കൊച്ചി, നമ്മുടെ പുതിയ പള്ളിയൊക്കെ നിലനിൽക്കുന്ന ഈ മേഖല എത്രയെത്ര പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടു, എത്രയെത്ര ആയത്തുകൾ പഠിച്ചു, എത്രയെത്ര ദീനീ സംരംഭങ്ങൾ അല്ലേ. മാലപ്പാട്ടുകളല്ല നമ്മൾ കേട്ടത്, ഒരു കവിയുടെ കവിതയല്ല നമ്മൾ കേട്ടത്, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ അനവധി വചനങ്ങൾ. എത്രയോ അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി, എത്രയോ പ്രവാചക വചനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആലോചിക്കുക, മരണം നമ്മളോടൊപ്പമുണ്ട്. അഖ്സിറൂ, നിങ്ങൾ ധാരാളമായി ഓർക്കണം, സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണം നിങ്ങളെ പിടികൂടാനുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഏത് നിമിഷവും മരണം ഒരു ചെരുപ്പിന്റെ വാറിനെ പോലെ നിങ്ങളുടെ ജീവനാഡിയേക്കാളും എടുത്ത് നിങ്ങളുടെ കോളറ നിങ്ങളുടെ പെരടിയോട് എത്ര ചേർന്നിരിക്കുന്നുവോ അതിനേക്കാൾ മരണം നിങ്ങളോട് ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, യുവാക്കളെ, യുവതികളെ, സത്യജീവിതം ശുദ്ധീകരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. യകൂനു ഫീ ആഖിരി സമാൻ, ഖിയാമത്ത് നാളായിത്തീർ, ലോകം അവസാനിക്കുന്ന ഒരു ഘട്ടം വരും. ലാ തഖൂമു സ്സാഅ, പ്രവാചക തിരുമേനി പറഞ്ഞു ഖിയാമത്ത് നാൾ വരില്ല. മുസ്ലിം ഉമ്മത്ത് വിഗ്രഹാരാധന നടത്തുന്നതുവരെ ഖിയാമത്ത് നാൾ വരില്ല. ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ പൊടുന്നനെയുള്ള മരണങ്ങൾ, കൊലപാതകങ്ങൾ, ഞാൻ എന്തിനു വേണ്ടി അയാളെ കൊന്നു എന്ന് കൊന്നവനും ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് കൊല്ലപ്പെട്ടവനും അറിയാത്ത ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതെ, അതിന്റെ അടയാളങ്ങൾ വന്നു. വ്യഭിചാരം സാർവത്രികമാണ്, കൊലപാതകങ്ങൾ സാർവത്രികമാണ്, പിടിച്ചുപറികൾ സാർവത്രികമാണ്. ലോകരാജ്യങ്ങളിൽ കൊലപാതകത്തിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകത്തിലെ ഏക രാജ്യം ഏതാണെന്നറിയുമോ? നാം ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യമാണ്. പാകിസ്ഥാന്റെ 3 ഇരട്ടി കൊലപാതകം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 32,000 ആളുകൾ ഒരു വർഷത്തിൽ കൊല്ലപ്പെടുന്ന രാജ്യം. പാകിസ്ഥാനിൽ 9,200 പേർ കൊല്ലപ്പെടുമ്പോൾ ഇന്ത്യയിൽ 32,000 പേർ കൊല്ലപ്പെടുന്ന ദാരുണമായ അവസ്ഥ. ഗർഭപാത്രം വിലക്ക് കൊടുക്കുന്ന രാജ്യം, വാടക കൊടുക്കുന്ന രാജ്യം ഇന്ത്യയാകുന്നു എന്നാണ് ലോകത്തിന്റെ പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. 20 കോടി ഡോളറിന്റെ മയക്കുമരുന്ന് വിറ്റഴിക്കപ്പെട്ട കൊച്ചി ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ലോകം അവസാനിക്കുമ്പോ, ലോകം ഈ വിധത്തിൽ തകർന്ന് തരിപ്പണമാകുമ്പോ, മനുഷ്യന്റെ ചെയ്തികൾ കണ്ട് ലോകം നശിക്കുമ്പോ, ഈ ലോകത്ത് വ്യാപകമായ കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോ, അല്ലാഹു തീജ്വാലകളെ കൊണ്ട് മനുഷ്യരെ പരീക്ഷിക്കുമ്പോ, ഈ ദുരന്തങ്ങളെല്ലാം നടക്കുന്ന മണ്ണിൽ ഒരു കാര്യം അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂകമ്പവും പേമാരിയും എല്ലാം പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടോ ബേജാറാവണ്ട, അത് കിട്ടും. അപ്പൊ ഖിയാമത്ത് നാളിനെ പറ്റി റസൂൽ പഠിപ്പിച്ചിരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ അല്ലെ, അങ്ങനെയല്ലേ റസൂലിന്റെ കാലത്ത് നമ്മൾ മനസ്സിലാക്കുക. റസൂൽ പറയാ ഇത്ര അടുത്ത ഖിയാമത്ത് നാള്, എന്നിട്ട് പോലും റസൂൽ അതിനെപ്പറ്റി താക്കീത് നൽകി. എന്തിനാ? ജീവിതത്തിന്റെ ഏത് രംഗത്തും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത്. അപ്പൊ ഏത് നിമിഷവും നമ്മൾ മുസ്ലിങ്ങളായിരിക്കണം എന്ന് നോക്കൂ. ലോകത്ത് ഭൂകമ്പം ഉണ്ടായില്ല എന്ന് ലോകം ഒന്നിച്ച് തകർന്നില്ലായിരിക്കുക. നമ്മുടെ രാജ്യം കുലുങ്ങിയാലോ അതൊരു ഭൂകമ്പാണല്ലോ, അതൊരു നാശമാണല്ലോ. എല്ലാം തകർന്ന് മണ്ണിനടിയിലായി പോകുന്ന ഒരു ഭൂകമ്പം കേരളത്തിൽ വരില്ല എന്നാര് കണ്ടു? ഇവിടെ സജീവമായി തൗഹീദ് പ്രബോധനം നടക്കുന്നത് കൊണ്ടാണ് അല്ലാഹു ഈ മണ്ണിനെ നിലനിർത്തുന്നത്. കാരണം വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുന്നിടത്ത് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഞാൻ നേരത്തെ സൂറത്ത് ആറാഫിലെ 96-ാമത്തെ വചനം ഓതി തന്നല്ലോ, അത് വിശദീകരിക്കാതെ പോയതാണ്. ഒരൊറ്റ കാര്യം അത് ആവിഷേകമായി പറയാം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബർകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, അതായത് ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുവിടും. അപ്പൊ മഴ വർഷിക്കണമെങ്കിൽ, പെട്രോളിയം ലഭിക്കണമെങ്കിൽ, അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ എല്ലാം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അപ്പൊ അല്ലാഹു അതൊക്കെ നൽകും. നമുക്കറിയാം ഇവിടെ ഖുൽമാ യൗബൂബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കില്ല എന്ന്. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ഒരു പ്രബോധക സംഘം ഈ മണ്ണിലുള്ളത് കൊണ്ടാണ് കേരളത്തെ അല്ലാഹു നിലനിർത്തുന്നത്. ഖുർആനിന്റെ 25-ാം അധ്യായം 77-ാമത്തെ ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ. ഖുൽമാ യൗബൂബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ് അല്ലാഹു നിങ്ങളെ പരിഗണിക്കുന്നത്. അപ്പൊ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അല്ലാഹുവിനോട് മാത്രം നേർച്ച നേരുക.
എന്നിത്യാദി വിശ്വാസ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് സലഫി പ്രസ്ഥാനം പ്രബോധനം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് കേരളത്തിന് അഭിവൃദ്ധി ഉണ്ടായത് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്.